കണ്ണൂർ ജില്ലയുടെയും കാസർഗോഡ് ജില്ലയുടെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു പട്ടണമാണ് തൃക്കരിപ്പൂർ. പണ്ട് പ്രശാന്തസുന്ദരമായ ഒരു ഗ്രാമമായിരുന്നു തൃക്കരിപ്പൂരെങ്കിലും അടുത്ത കാലത്തായി വമ്പിച്ച വളർച്ചയുണ്ടാവുകയും ഒരു ചെറിയ പട്ടണമായി മാറുകയും ചെയ്തിട്ടുണ്ട്. 32,000 ആളുകൾ തൃക്കരിപ്പൂരിൽ താമസിക്കുന്നു. അറബിക്കടലിനോട് ചേർന്ന് നിൽക്കുന്ന തൃക്കരിപ്പൂർ പട്ടണത്തിൻ്റെ ചില ഭാഗങ്ങൾ കാസർഗോഡ് ജില്ലയിലും ചില ഭാഗങ്ങൾ കണ്ണൂർ ജില്ലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. തൃക്കരിപ്പൂരിലെത്തുമ്പോൾ ആദ്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് കൊട്ടാര സദൃശമായ വീടുകൾ ഒന്നും രണ്ടുമല്ല 100-ലധികം ഉണ്ട് എന്നുള്ളതാണ്. തൃക്കരിപ്പൂർ പടന്ന ഭാഗത്തുള്ള ആളുകൾ ബാംഗ്ലൂരിൽ റെസ്റ്റോറൻറ്റുകൾ നടത്തി കണ്ടമാനം കാശുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലും നല്ലപോലെ സക്സസ്ഫുൾ ആകുവാൻ തൃക്കരിപ്പൂർക്കാർക്ക് സാധിച്ചിട്ടുണ്ട്. നല്ല സാമർഥ്യമുള്ളവരും പ്രാഗൽഭ്യമുള്ളവരുമാണ് തൃക്കരിപ്പൂർ നിവാസികളെന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്നതുമാണ്. എങ്കിലും ബാംഗ്ലൂരിൽ തൃക്കരിപ്പൂർക്കാരെക്കുറിച്ച് മോശമായ അഭിപ്രായമാണ്. കിട്ടുന്ന കാശ് മുഴുവൻ റെസ്റ്റോറൻറ്റുകളിൽ പോയി ഭക്ഷണം കഴിക്കുകയും ക്ലബ്ബുകളിൽ പോയി ഡാൻസ് ചെയ്ത് ചെലവഴിക്കുകയും ചെയ്യുന്ന ബാംഗ്ലൂർക്കാർ പണം മുഴുവൻ സ്വത്തുക്കളായി മാറ്റുകയും തൃക്കരിപ്പൂരിൽ ഭൂമിയും കെട്ടിടങ്ങളും വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്ന ജീവിതശൈലി അർത്ഥശൂന്യമാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. തൃക്കരിപ്പൂരിലേക്ക് പയ്യന്നൂരിൽ നിന്ന് റെയിൽവേ ഓവർബ്രിഡ്ജ് വഴി ഇപ്പോൾ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്. അതിനു പുറമെ നാഷണൽ ഹൈവേയിൽ നിന്ന് കാലിക്കടവ് വഴി പ്രത്യേകമായ എൻട്രൻസുമുണ്ട്. തൃക്കരിപ്പൂരിൽ സ്വന്തമായി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെങ്കിലും എല്ലാ വണ്ടികളും ഇവിടെ നിർത്തുന്നില്ല. നാട്ടുകാർ കൂടുതലായി ബസ്സുകളെയാണ് ആശ്രയിക്കുന്നത്. തൃക്കരിപ്പൂരിൽ ധാരാളം ആളുകൾ സ്വന്തം കാറിൽ തന്നെ യാത്ര ചെയ്യണമെന്ന് നിർബന്ധമുള്ളവരാണ്. എങ്കിലും ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഇല്ല. വിശാലമായ റോഡുകളും ധാരാളമായ പാർക്കിംഗ് സ്പേസും തൃക്കരിപ്പൂരിനെ ഒരു ലിവബിൾ ടൗൺഷിപ്പാക്കി മാറ്റിയിരിക്കുന്നു. തൃക്കരിപ്പൂരിൻ്റെ ഭൂരിഭാഗവും കാസർഗോഡ് ജില്ലയിലാണെങ്കിലും ഇവിടെയുള്ളവർക്ക് കണ്ണൂർ കൾച്ചറാണ്. കല്യാണം കഴിഞ്ഞാൽ ഭാര്യ വീട്ടിൽ താമസിക്കുന്നവരാണ് തൃക്കരിപ്പൂരിലെ മുസ്ലിങ്ങൾ. എന്നാൽ കാസർഗോട്ടുകാർ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും കാസർഗോട്ടുകാരെക്കാൾ കൂടുതൽ വൈവിധ്യവും തലശ്ശേരി സംസ്കാരവും തൃക്കരിപ്പൂർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. പലതരം അപ്പങ്ങളും പലഹാരങ്ങളും ഉണ്ടാക്കുന്നതിൽ തൃക്കരിപ്പൂർക്കാർക്ക് പ്രത്യേകമായ സാമർഥ്യമുണ്ട്. ഉടുപ്പി റെസ്റ്റോറൻറ്റ് പോലെയുള്ള ഭക്ഷണശാലകൾ വെജിറ്റേറിയൻ ഭക്ഷണം നൽകുന്നു. ബസ് സ്റ്റാൻഡിനുള്ളിലെ പാരമൗണ്ട് ഹോട്ടൽ ഇവിടെ ഏറ്റവും ജനപ്രീതി നേടിയ റെസ്റ്റോറൻ്റാണ്. എന്നാൽ ബേക്കറികളുടെ എണ്ണം താരതമ്യേന കുറവാണ്. ആരോഗ്യത്തിന് ഹാനികരമായ ബേക്കറി ഭക്ഷണം തൃക്കരിപ്പൂരിൽ അത്ര പ്രചാരം നേടിയിട്ടില്ല. വിദ്യാഭ്യാസപരമായി ഉയർന്നു നിൽക്കുന്ന ഒരു പ്രദേശമായി തൃക്കരിപ്പൂർ അറിയപ്പെടുന്നു. VPP MKPS ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തൃക്കരിപ്പൂരിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. പട്ടണത്തിൻ്റെ ഒത്ത മധ്യത്തിലാണ് ഈ ഹൈസ്കൂൾ സ്ഥാപിച്ചിട്ടുള്ളത്. തൃക്കരിപ്പൂരിലെ മിക്കവാറും എല്ലാവരും ഈ ഹൈസ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ്. അതുപോലെ എളമ്പച്ചി ഹൈസ്കൂളും ഉദിനൂർ ഹൈസ്കൂളും ചീമേനി എഞ്ചിനീയറിംഗ് കോളേജും ഇവിടെയുണ്ട്. ഗവൺമെൻറ് പോളിടെക്നിക്കും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കുറേയധികം വിദ്യാർത്ഥികൾ പയ്യന്നൂർ കോളേജിലും കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും പഠിക്കുന്നു. എങ്കിലും കോളേജ് വിദ്യാഭ്യാസം കൊണ്ട് ജോലി ലഭിക്കില്ല എന്നറിയുന്നത് കൊണ്ട് സാങ്കേതിക വിദ്യാഭ്യാസത്തിനാണ് തൃക്കരിപ്പൂർക്കാർക്ക് കൂടുതൽ താല്പര്യം. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസി തൃക്കരിപ്പൂരിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്നു. അതുപോലെ തൃക്കരിപ്പൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചക്രപാണി ക്ഷേത്ര റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. റാസ കോംപ്ലക്സിൽ 2ാം നിലയിൽ SSMKT സ്കൂൾ ഓഫ് IT ആൻഡ് കോമേഴ്സും പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാസമ്പന്നരായ ധാരാളം ആളുകൾ താമസിക്കുന്ന ഒരു പട്ടണമായതുകൊണ്ട് കമ്പ്യൂട്ടർ വിൽക്കുകയും റിപ്പയർ ചെയ്യുകയും ചെയ്യുന്ന കടകളും ഇവിടെയുണ്ട്. അത്യാവശ്യം മെഡിക്കൽ സൗകര്യവും ഇവിടെയുണ്ട്. എങ്കിലും വലിയ ആവശ്യങ്ങൾക്ക് തൃക്കരിപ്പൂർക്കാർ പയ്യന്നൂരിലുള്ള ആശുപത്രികളെ ആശ്രയിക്കുന്നു. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ചും ഇവിടെയുണ്ട്. അതുപോലെ സബ് രജിസ്ട്രേഷൻ ഓഫീസും സ്വന്തമായ ഒരു പോസ്റ്റ് ഓഫീസും തൃക്കരിപ്പൂരിലുണ്ട്. കലാമേഖലയിലും സ്പോർട്സ് മേഖലയിലും തൃക്കരിപ്പൂർക്കാർ വളരെയധികം പേരെടുത്തിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റുകളുടെ എണ്ണം ഇവിടെ താരതമ്യേന കുറവാണ്. കൂടുതൽ ആളുകളും പയ്യന്നൂരിൽ പോയി ഷോപ്പിംഗ് നടത്താൻ ഇഷ്ടപ്പെടുന്നു. ശ്രീ വിനോദ് നടത്തുന്ന ഫാമിലി സൂപ്പർ മാർക്കറ്റ് നല്ലപോലെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കൂടുതലായി കമ്മ്യൂണിസ്റ്റുകാരാണ് തൃക്കരിപ്പൂരിൽ താമസിക്കുന്നത്. എങ്കിലും ഇവിടുത്തെ മുസ്ലിം ലീഗുകാർ നല്ല ഊർജ്ജസ്വലരും രാഷ്ട്രീയപരമായി കൂടുതൽ ഇടപെടലുകൾ നടത്തുന്നവരുമാണ്. പണ്ട് മുഖ്യമന്ത്രിയായിരുന്ന EK നായനാർ തൃക്കരിപ്പൂരിൽ നിന്നാണ് MLA ആയി മാറിയത്.
ഉയർന്ന ദൈവവിശ്വാസമുള്ളവരായി തൃക്കരിപ്പൂർക്കാർ അറിയപ്പെടുന്നു. ധാരാളം ക്ഷേത്രങ്ങളും പള്ളികളും ചർച്ചുകളും ഇവിടെയുണ്ട്. ചെറിയ പട്ടണമാണെങ്കിലും സ്വന്തമായി ഒരു ലോഡ്ജ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. താൽ റെസിഡൻസി 1000 രൂപയ്ക്ക് ബാത്ത് അറ്റാച്ച്ഡ് റൂമുകൾ കൊടുക്കുന്നു.